പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ 8 തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല. തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം, അസ്ഥിസന്ധി തേയ്മാനം, കാൽമുട്ടുവേദന, നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് IPOP സൗകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ, പൊടിക്കിഴി, നവരക്കിഴി, പിഴിച്ചിൽ, ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൗന്ദര്യവർദ്ധക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു. ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായും റീറ്റെയിലായും ലഭിക്കുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി. നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വചസ്പതി ബ്രഹ്മശ്രീ M. ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പൊങ്കാല, മുളപ്പയർ ഘോഷയാത്ര, ദേശത്തുടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും, ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും, ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത് നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു. മകരവിളക്ക് മഹോത്സവത്തിന് നട തുറന്നതിന് ശേഷം ഇതുവരെ ദർശന പുണ്യം നേടിയത് 3 ലക്ഷത്തോളം ഭക്തർ. കാനനപാത വഴിയും ശബരിമല തീർത്ഥാടനത്തിന് തിരക്ക് വർദ്ധിക്കുന്നുണ്ട്. മകരവിളക്ക് മഹോത്സവത്തിന് ഡിസംബർ 30-നാണ് ശബരീശ സന്നിധിയിൽ നട തുറന്നത്. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഡിസംബർ 30-ന് ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രം നട തുറന്നതിന് ശേഷം ഇതുവരെ 3 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തർ സന്നിധാനത്തെത്തി. ഡിസംബർ 30-ന് വൈകിട്ട് 5 മണിക്കാണ് നട തുറന്നത്. 57,256 പേർ അന്ന് ദർശനം നടത്തി. വെർച്വൽക്യൂവിലൂടെ 20,477 പേര്, സ്പോട്ട് ബുക്കിംഗിലൂടെ 4,401 പേരും, പുല്ലുമേട് വഴി 4,283 പേരുമാണ് ദർശനം നടത്തിയത്. ഡിസംബർ 31-ന് 90,350 പേർ സന്നിധാനത്തെത്തി. വെർച്വൽ ക്യൂവിലൂടെ 26,870, സ്പോട്ട് ബുക്കിംഗിലൂടെ 7,318, പുല്ലുമേട് വഴി 4,898 ഭക്തരാണ് ദർശനം നടത്തിയത്. ഇന്നലെ 82,682 പേരാണ് ശബരിമലയിൽ ദർശനം നടത്തി മടങ്ങിയത്. ഇന്ന് ഉച്ചവരെ 50,000-ന് മുകളിലാണ് ഭക്തരെത്തിയത്. മകരവിളക്കിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് തുടരുകയാണ്. ജനുവരി 11 മുതൽ 14 വരെ ബുക്കിംഗിന് നിയന്ത്രണമുണ്ട്. ശബരിമല സന്നിധാനത്ത് മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയാണ്. മകരവിളക്ക് ദിവസമാണ് അയ്യന് തിരുവാഭരണ ചാർത്തിയുള്ള പൂജകൾ നടക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ശബരിമല. പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വചസ്പതി ബ്രഹ്മശ്രീ M. ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പൊങ്കാല, മുളപ്പയർ ഘോഷയാത്ര, ദേശത്തുടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും, ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും, ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത് നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു.
ആയുർവേദ ചികിത്സയിൽ 8 തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാതം, അസ്ഥിസന്ധി തേയ്മാനം, കാൽമുട്ട് വേദന, നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് IPOP സൗകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ, പൊടിക്കിഴി, ഞവരക്കിഴി, പിഴിച്ചിൽ, ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൗന്ദര്യവർദ്ധക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു. ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായും റീറ്റെയിലായും ലഭിക്കുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി.